ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് രണ്ട് നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ. തീർച്ചയായിട്ടും വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്ന ടിപ്പാണ്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ്, നമ്മളിവിടെ ഒരു DIY ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസൊക്കെ നമുക്ക് കിട്ടാറില്ലേ? നമ്മൾ മിനറൽ വാട്ടർ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ വാങ്ങുന്ന ഈ ഒരു ബോട്ടിൽ നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ എടുക്കുക. അതിനുശേഷം ഈ ബോട്ടിലിൻ്റെ ഈ ലിഡിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സിസറോ അല്ലെങ്കിൽ ഒരു ബ്ലേഡോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു നൈഫ് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു പോർഷനാണ് വേണ്ടത്. ആ ഒരു അതർ പോർഷൻ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഈ ഒരു ലിഡോട് കൂടി തന്നെയാണ് വേണ്ടത് കേട്ടോ. എന്നിട്ടത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു സ്ക്രബ്ബർ എടുക്കാം. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടാവുമല്ലോ വീട്ടിൽ. അപ്പോൾ ആ ഒരു സ്ക്രബ്ബർ എടുക്കുക. നിങ്ങൾ യൂസ് ചെയ്തതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചരട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു നമ്മുടെ മാസ്കിൻ്റെ ഒരു ചരടാണ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇതിനകത്തൂടി ഇങ്ങനെ എടുക്കുക. അതിൻ്റെ മിഡിൽ പോർഷനിലൂടെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് ഈ രണ്ടറ്റവും കൂടി കൂട്ടി ഇങ്ങനെ പിടിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ആ ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടിലിൻ്റെ ആ ഒരു പോർഷനില്ലേ, അതിലേക്ക് ഇത് നമ്മൾ അതായത് ആ ബോട്ടിലിൻ്റെ അകത്തൂടി ഇതിൻ്റെ പുറത്തെടുക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ലിഡൊന്ന് റിമൂവ് ചെയ്യുക. അതിന് ശേഷം ഇതിനകത്തോട് ഇങ്ങനെ ഈ ഒരു രണ്ടറ്റവും കൂടി അകത്തേക്ക് എടുക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇങ്ങനെ എടുക്കുക. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് കണ്ടോ, ഇതേപോലെ സൈഡിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ലെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആ രണ്ട് പോർഷനും കൂടി ഇല്ലേ, അറ്റവും ഇല്ലേ, ആ ചരടിൻ്റെ രണ്ടറ്റവും കൂടി ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഒരു സ്ക്രബ്ബറാണ് കേട്ടോ. അപ്പോൾ ഇതൊരു DIY ആണ്. നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും നമ്മൾ മിനറൽ വാട്ടറോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ബോട്ടിൽസ് കിട്ടാറുണ്ട്. നമ്മളതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം കളയാറുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകുന്നതിന് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക്, നമ്മുടെ കിച്ചണിലെ ടൈല്, അങ്ങനെ എല്ലാം നമുക്ക് കഴുകുന്നതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവർക്കും കയ്യിൽ ഈ ഒരു ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് അല്ലെങ്കിൽ സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അലർജി ഉണ്ടാവാറുണ്ടല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ടൈമിലും ഗ്ലൗസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ എപ്പോഴും ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇതേപോലെ നമ്മുടെ കയ്യിൽ ടച്ച് ചെയ്യാതെ തന്നെ ലിക്വിഡ് നമ്മുടെ കയ്യിൽ ടച്ച് ചെയ്യില്ലല്ലോ, ആ ഒരു ലിഡിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സിങ്ക് കഴുകണമെങ്കിൽ സിങ്ക് കഴുകാം. അങ്ങനെ നമുക്ക് പല ഉപയോഗമുണ്ട് കേട്ടോ ഈ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഇതുപോലുള്ളത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഒക്കെ ക്ലീൻ ചെയ്യുന്നതിനും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ കിച്ചണിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ 2-3 നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമുക്കിപ്പം വാഷ്റൂമിലൊക്കെയും യൂസ്, അതായത് നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ബാത്റൂമിലെ ടൈലോ അല്ലെങ്കിൽ നമ്മുടെ വാഷ് ബേസിനോ അതൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രധാന യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ടച്ച് ചെയ്യുന്നില്ലല്ലോ. സാധാരണ നമ്മൾ സ്ക്രബ്ബർ ഡയറക്റ്റ് കയ്യിൽ പിടിച്ചിട്ടല്ലേ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു ലിഡിൽ ഇങ്ങനെ പിടിച്ചാൽ മതി. അതിനുശേഷം ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലൊരു ചരട് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ഇതേപോലെ ഹാങ് ചെയ്യാനും പറ്റും. ഹാങ് ചെയ്യുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവുമല്ലോ, ബാക്കി നമ്മൾ ആ വാഷ് ചെയ്തിട്ടുള്ള വെള്ളമൊക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പോയി കിട്ടുകയും ചെയ്യും. സാധാരണ നമ്മൾ ഓരോ തവണയും സ്ക്രബ്ബർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അത് നല്ല വെള്ളത്തിൻ്റെ ഈർപ്പത്തോടു കൂടിയായിരിക്കും ഇരിക്കുക അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണൊക്കെ നല്ല ക്ലീനായിട്ട് ഇടാൻ പറ്റും എപ്പോഴും.
ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത് കാണിക്കാൻ പോകുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ബൾക്കായിട്ടൊക്കെ മുരിങ്ങയ്ക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ കേട്ടോ, അപ്പോൾ മുരിങ്ങയ്ക്ക നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരികയോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പം വിദേശത്തൊക്കെ ആണെങ്കിൽ അവിടെ അവൈലബിൾ ആയിരിക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളത് എങ്ങനെ സ്റ്റോർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. കാരണം നമ്മളിത് ഇതേപോലെ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മറ്റ് വെജിറ്റബിളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന പോലെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് പിറ്റേ ദിവസം തന്നെ ഇത് വാടിപ്പോവാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് കുറച്ച് മാസത്തേക്ക് വേണ്ടിയിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. കേടാവാതെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ മുരിങ്ങയ്ക്ക എടുത്തിട്ട് നമുക്ക് ഒരേ അളവിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സിസർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നൈഫ് ഉപയോഗിച്ചിട്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് സ്റ്റോർ ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്, നമ്മൾ മിക്കവരും ഇതുപോലെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചെയ്യാത്തവർക്ക് എന്തായാലും ഇതൊരു ഐഡിയ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിവിടെ ന്യൂസ് പേപ്പർ ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ പ്രൊമോഷനൊക്കെ വരുന്ന പേപ്പറാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പർ എടുക്കുക. അതിനുശേഷം നമ്മളിത് ഓരോ ബാച്ചായിട്ട്, ഞാനൊരു 3 ബാച്ചായിട്ട് ഇതേപോലെ ഇതൊന്ന് കവർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഈ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമുക്ക് വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് വേണമെങ്കിൽ ഇതിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്തിട്ട് തിരിച്ച് ഇതേപോലെ തന്നെ ഇത് കവർ ചെയ്ത് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിതൊരു 3 പോർഷനായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള വല്ല കണ്ടെയ്നറിലോ ഇല്ലെങ്കിൽ നമ്മൾ സിപ്പ് ബാഗ് അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബാഗ് എടുക്കുക. അതിലേക്ക് ഇതേപോലെ ഞാനത് കംപ്ലീറ്റ് അതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 3 പോർഷനും വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് എയർ ഒന്നും കിടക്കാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്തു, അതായത് ഒന്ന് പൊതിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ സിപ്പ് കവർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് ഓരോ തവണയും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഈ 2 ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും നല്ല കിടിലൻ ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.